ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം 49 ഭാഗമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. തൃതീയ സ്കന്ധം 17 അധ്യായം. അതായത് ഹിരണ്യാക്ഷൻ്റെ ദിഗ്വിജയമാണ് ഈ അധ്യായത്തിൽ നാം ചർച്ച ചെയ്യുന്നത്. ബ്രഹ്മദേവൻ പറഞ്ഞത് കേട്ട് സംശയം തീർന്ന ദേവന്മാരെല്ലാം സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി. ബ്രഹ്മദേവൻ ദേവന്മാരുടെ സംശയം തീർക്കുകയായിരുന്നു കഴിഞ്ഞ അധ്യായത്തിൽ. അതായത് എന്തായിരുന്നു അവരുടെ സംശയം? ദിക്കുകൾക്കെല്ലാം ഒരു അന്ധകാരം ബാധിച്ച് എല്ലായിടവും ഒരു അന്ധകാരത്താൽ മൂടപ്പെട്ട ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ത്രിലോകങ്ങളും മങ്ങി മറഞ്ഞപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ച് ദേവന്മാർ ഭയപ്പാടോടുകൂടി ബ്രഹ്മദേവന്റെ സമീപത്ത് വരികയായിരുന്നു. അപ്പോൾ കശ്യപ പ്രജാപതിയുടെയും ദിതിയുടെയും മക്കളായി 2 അസുരന്മാർ ഉണ്ടാകുന്നു. അത് ദിതിയുടെ ഗർഭത്തിൽ അവരുടെ ഉദയം ആരംഭിച്ചതിൻ്റെ പരിണിത ഫലമാണ് ദിക്കുകളെല്ലാം ഇങ്ങനെ മങ്ങിമറഞ്ഞ് ലോകങ്ങളെല്ലാം അന്ധകാരത്തിൽ വ്യാപിച്ചു പോയത്. എത്രയും വേഗം ഭഗവാൻ അവരെ ഇല്ലായ്മ ചെയ്ത് അവർക്ക് പരമമായിട്ടുള്ള വിഷ്ണുപദം കൊടുക്കുകയും അങ്ങനെ ലോകത്തെ രക്ഷിക്കുകയും ചെയ്യും എന്ന് ദേവന്മാരെ ആശ്വസിപ്പിച്ചു വിടുന്നു. അപ്പോൾ ആ ഭാഗമായിരുന്നു ദേവന്മാർ ബ്രഹ്മദേവനോട് വന്ന് ചോദിച്ച സംശയം ഭാഗം. അപ്പോൾ ഇതിന് ബ്രഹ്മദേവൻ മറുപടി പറഞ്ഞു കൊടുത്തുകൊണ്ട് ദേവന്മാർക്കെല്ലാം സന്തോഷമായി. പുത്രന്മാർ ലോകദ്രോഹികളായി തീരുമെന്ന് കശ്യപ മഹർഷി പറഞ്ഞിരുന്നുവല്ലോ. അക്കാരണത്താൽ തന്നെ ദിതി ഗർഭത്തെ 100 വർഷം തൻ്റെ യോഗപ്രഭാവത്താൽ തൻ്റെ ഉള്ളിൽ തന്നെ അടക്കി വെച്ചു. തനിക്കുണ്ടാകുന്ന മക്കൾ ലോകത്തിന് വിനാശകാരികളാണെന്നറിഞ്ഞുകൊണ്ട് ആ മക്കളെ പ്രസവിക്കാതിരിക്കാൻ വേണ്ടി യോഗ വൈഭവം കൊണ്ട് തൻ്റെ ഉള്ളിൽ തന്നെ അവർ അതിനെ സൂക്ഷിച്ചു വെച്ചു. 100 വർഷം കഴിഞ്ഞപ്പോൾ ദിതി 2 പുത്രന്മാരെ പ്രസവിച്ചു. അവർ ജനിച്ച സമയത്ത് ലോകത്തിന് ആപത്തിനെ സൂചിപ്പിക്കുന്ന പല ദുർനിമിത്തങ്ങളും ഉണ്ടായി. ഭൂമി കുലുക്കം അനുഭവപ്പെടുന്നു. ദിക്കുകളെല്ലാം കത്തിജ്വലിക്കാൻ തുടങ്ങി. കൊള്ളിമീനുകളോടുകൂടി ഇടിത്തി വീണു. കാണുന്നവർക്ക് ദുഃഖമുണ്ടാക്കിക്കൊണ്ട് ആകാശത്തിൽ ധൂമകേതു ഉദിച്ചു പൊങ്ങി. അതിപരുഷസ്പർശത്തോടുകൂടി കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. ഉച്ചത്തിൽ അത് ശബ്ദമുണ്ടാക്കിക്കൊണ്ടും പൊടിപടലങ്ങൾ പറപ്പിച്ചുകൊണ്ടും ഉഗ്രമായി കൊടുങ്കാറ്റ് വീശി. ഉച്ചത്തിൽ അട്ടഹസിക്കുന്ന ഇടിയുടെ ശബ്ദത്തോടും മിന്നലോടും കൂടി മേഘങ്ങളാൽ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും പ്രഭ മറയപ്പെട്ടു. ആകാശം മുഴുവൻ ഇരുട്ട് വ്യാപിച്ച് ഒന്നും കാണാതെയായി. സമുദ്രം കലങ്ങി മറിഞ്ഞ് ഇരമ്പിക്കൊണ്ട് വലിയ തിരമാലകളാൽ ക്ഷോഭിച്ച് മറിഞ്ഞു. സരസിൽ വിടർന്നു നിന്ന താമരപ്പൂക്കളൊക്കെ വാടി കരിഞ്ഞുപോയി. പുഴകളും സരസ്സുകളും കലങ്ങി മറിഞ്ഞു. രാഹു ഗ്രസിച്ചതിനാൽ സൂര്യന്റെയും ചന്ദ്രന്റെയും ചുറ്റും പരിവേഷം കാണപ്പെട്ടു. മഴക്കാലത്ത് അല്ലാതെ തന്നെ ഇടിമുഴക്കമുണ്ടായി. ഗുഹകളിൽ നിന്ന് ചില പൊട്ടലും ചീറ്റലുകളും തേരിന്റെ ശബ്ദവും കേൾക്കാൻ തുടങ്ങി. ഗ്രാമങ്ങളിൽ വായിൽ തീ വെച്ചുകൊണ്ട് പെൺകുറുക്കന്മാർ കുറുനരികളുടെ മോങ്ങലോടും കൂമന്റെ മൂളലോടും കൂടി അമംഗളമായി ശബ്ദമുണ്ടാക്കി. തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഗീതം പോലെയും കരച്ചിൽ പോലെയും നായ്ക്കൾ പലവിധ ശബ്ദങ്ങളും പുറപ്പെടുവിച്ചു. മൂർച്ചയുള്ള കുളമ്പുകളാൽ ഭൂമിയെ മാന്തി പൊളിച്ച് കഴുതകൾ കൂട്ടം കൂട്ടമായി ശബ്ദിച്ചുകൊണ്ട് ഓടി നടന്നു. കഴുതകളുടെ കരച്ചിൽ കേട്ട് ഭയപ്പെട്ട് പക്ഷികൾ കരഞ്ഞുകൊണ്ട് കൂടുകളിൽ നിന്ന് താഴേക്ക് വീണു. ഗോകുലങ്ങളിലും കാടുകളിലുമുള്ള മൃഗങ്ങൾ ഭയന്ന്
മലമൂത്ര വിസർജ്യങ്ങൾ ചെയ്തു. പശുക്കൾ വല്ലാതെ ഭയപ്പെട്ടു വിറച്ചു. അവയുടെ അകിടിൽ നിന്നും പാലിനു പകരം ചോരയൊഴുകാൻ തുടങ്ങി. മേഘങ്ങളിൽ നിന്നും മലിന വസ്തുക്കൾ വർഷിക്കാൻ തുടങ്ങി. ദേവപ്രതിമകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. കാറ്റില്ലാതെ തന്നെ മരങ്ങൾ പുഴകി വീണു തുടങ്ങി. പുണ്യഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും ജ്വലിക്കുന്ന പാപഗ്രഹങ്ങൾ കയറി ആക്രമിച്ചു. ഗ്രഹങ്ങൾ വക്രഗതിയായി സഞ്ചരിച്ചു തുടങ്ങി. ഇവയും മറ്റു പലവിധമായ ദുർനിമിത്തങ്ങളും കണ്ടപ്പോൾ സനകാദികൾ ഒഴികെ മറ്റെല്ലാവരും പ്രളയം അടുത്തു എന്ന് സംശയിച്ചു. ആദി ദൈത്യന്മാരായ ആദി അസുരന്മാരായ അവർ രണ്ടുപേരും തങ്ങളുടെ പൗരുഷത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് പർവ്വതം പോലെ കഠിന ശരീരികളായി അതിവേഗം വളർന്നു വന്നു. ആകാശം മുട്ടത്തക്ക വിധം വലിപ്പത്തോടു കൂടിയവരും കിരീടം, വളകൾ, തോൾവളകൾ, രത്നമാലകൾ, അരഞ്ഞാണം, തളകൾ എന്നീ ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും ധരിച്ചവരും ഓരോ കാൽവയ്പിലും ഭൂമിയെ കുലുക്കുന്നവരും അതിശക്തന്മാരുമായിരുന്നു അവർ രണ്ടുപേരും. അവരിൽ മൂത്തവന് ഹിരണ്യകശിപു എന്നും രണ്ടാമന് ഹിരണ്യാക്ഷൻ എന്നും പേർ വിളിച്ചു. കശ്യപ മഹർഷി അവരുടെ ജാതകർമ്മ സംസ്കാരങ്ങളൊക്കെ ചെയ്തു. ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പല അപൂർവ വരങ്ങളും നേടിയ ഹിരണ്യകശിപു 3 ലോകങ്ങളെയും ജയിച്ചു തൻ്റെ അധീനതയിലാക്കി ലോകങ്ങളെ മാറ്റി. ഹിരണ്യാക്ഷൻ എന്നും ജ്യേഷ്ഠന്റെ അനുകൂലിയും അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവനുമായിരുന്നു. ഗദാധാരിയായ ഹിരണ്യാക്ഷൻ യുദ്ധത്തിനു ശേഷം ആളെ അന്വേഷിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പാഞ്ഞു. അതിശക്തനായ ഹിരണ്യാക്ഷനെ കണ്ട് ഭയപ്പെട്ട ദേവന്മാർ സ്വർഗം ഉപേക്ഷിച്ച് ഓടി ഒളിച്ചു. തന്റെ തേജസ് കണ്ടു ഭയപ്പെട്ട് ദേവന്മാർ ഓടി ഒളിച്ചതായി അറിഞ്ഞ ഹിരണ്യാക്ഷൻ അവർ ഭീരുക്കളാണെന്ന് മനസ്സിലാക്കി. ഉറക്കെ അട്ടഹസിച്ചു അവരെ നോക്കി. ദേവലോകത്തു നിന്ന് മടങ്ങിപ്പോന്ന ഹിരണ്യാക്ഷൻ ആർത്തിരമ്പുന്ന സമുദ്രത്തിലേക്ക് മദയാനയെപ്പോലെ പ്രവേശിച്ചു. ഹിരണ്യാക്ഷൻ സമുദ്രത്തിലേക്ക് ഇറങ്ങിയപ്പോൾ വരുണന്റെ സൈന്യങ്ങളായ ജലജീവികൾ ഭയപ്പെട്ടു. അവർ 4 ഭാഗത്തും പാഞ്ഞുപോയി. മഹാബലശാലിയായ അസുരൻ സമുദ്രജലത്തിൽ കുറെ വർഷങ്ങളോളം സഞ്ചരിച്ചു. തൻ്റെ ശ്വാസോച്ഛ്വാസം കൊണ്ട് സമുദ്രത്തിലുണ്ടാകുന്ന തിരമാലകളെ ഗദ കൊണ്ട് അടിച്ചു തകർത്ത് വിനോദിച്ച് നടന്നു. അനന്തരം വരുണലോകത്തിൽ എത്തിച്ചേർന്നു. ജലത്തിൻ്റെയും ജലജീവികളുടെയും അധിപതിയായ വരുണനെ സമീപിച്ചുകൊണ്ട് ഹിരണ്യാക്ഷൻ അദ്ദേഹത്തിന്റെ കാൽക്കൽ നമസ്കരിച്ച് തൊഴുതുകൊണ്ടുണർത്തിച്ചു. മഹാരാജാവേ, അങ്ങയ്ക്ക് എന്നോട് യുദ്ധം ചെയ്യണം. അങ്ങ് എന്നോട് യുദ്ധമാകുന്ന ആതിഥ്യത്തെ തന്ന് എന്നെ അനുഗ്രഹിച്ചാലും. അപ്പോൾ അഹങ്കാരിയായ ഹിരണ്യാക്ഷൻ വരുണ ഭഗവാനെ ചെന്ന് യുദ്ധത്തിന് വിളിക്കുകയാണ്. അങ്ങ് ലോകപാലകന്മാരിൽ പ്രധാനിയല്ലേ, വലിയ കീർത്തിമാനല്ലേ, പരാക്രമശാലികളുടെ ഗർവിനെ ശമിപ്പിക്കുന്നവനല്ലേ, ദൈത്യന്മാരെയും ദാനവന്മാരെയും ജയിച്ച് അങ്ങ് പണ്ടൊരു രാജസൂയയാഗം ചെയ്തവനാണല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ ഗർവോടുകൂടിയാണ് ഈ അസുരൻ വരുണനെ കളിയാക്കിയത്. ഇത് കേട്ടപ്പോൾ വരുണദേവന് വല്ലാതെ കോപമുണ്ടായി. എങ്കിലും അതിനെ വളരെ വിവേകം കൊണ്ടടക്കി ഹിരണ്യാക്ഷനോട് വരുണൻ പറയുകയാണ്, കുഞ്ഞെ, ഞാനിപ്പോൾ വളരെ ശാന്തനായിരിക്കുകയാണ്. യുദ്ധത്തിൽ തീരെ താല്പര്യമില്ലാത്തവനായി മാറി. അസുരശ്രേഷ്ഠ, അങ്ങ് യുദ്ധത്തിൽ വിധി പോലെ ആരാധിക്കുവാൻ ഞാൻ പുരാണപുരുഷനായ വിഷ്ണു ഭഗവാനെ മാത്രമേ കാണുന്നുള്ളൂ. അങ്ങേപോലുള്ള ധീരന്മാർ അദ്ദേഹത്തെയാണല്ലോ പരാക്രമശാലിയായി വാഴ്ത്തി പറയുന്നത്. വീരപുരുഷനായ വിഷ്ണുവിനെ നേരിട്ടാൽ അഹങ്കാരം നശിച്ച് അങ്ങയ്ക്ക് വീരശയ്യയിൽ
നായ്ക്കളാൽ ചുറ്റപ്പെട്ടുകൊണ്ട് താമസിയാതെ മരിച്ചു വീഴാൻ സാധിക്കും. അങ്ങേപ്പോലെയുള്ള ദുർജനങ്ങളെ സംഹരിക്കാനായി ഭഗവാൻ സ്വന്തം ഇച്ഛയനുസരിച്ച് പല അവതാരങ്ങളും സ്വീകരിക്കാറുണ്ട്. തനിക്ക് തക്ക പ്രതിയോഗിയാണ് വിഷ്ണു എന്ന് വരുണൻ പറഞ്ഞത് കേട്ട് സന്തോഷിച്ചവനും അഹങ്കാരിയുമായ ഹിരണ്യാക്ഷൻ ഭഗവാനോട് യുദ്ധം ചെയ്താൽ താൻ മരിക്കുമെന്ന വാക്യത്തെ അവഗണിച്ചുകൊണ്ട് അതിവേഗത്തിൽ രസാതല ലോകത്തിലേക്ക് പ്രവേശിച്ചു. നാരദ മഹർഷിയാണ് വിഷ്ണു ഭഗവാൻ രസാതല ലോകത്തിലുണ്ടെന്ന് ഹിരണ്യാക്ഷനോട് പറഞ്ഞുകൊടുത്തത്. അവിടെ ദംഷ്ട്രാഗ്രത്താൽ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരുന്നവനും ചുവപ്പ് വർണ്ണം കലർന്ന കണ്ണുകളുടെ നോട്ടം കൊണ്ട് തന്റെ തേജസ്സിനെ നിഷ്പ്രഭമാക്കി തീർക്കുന്നവനുമായ ശ്രീഹരിയെ ഹിരണ്യാക്ഷൻ കണ്ടു. കഷ്ടം, ഇതൊരു കാട്ടുമൃഗമാണല്ലോ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്തു. പിന്നീട് ഹിരണ്യാക്ഷൻ വരാഹമൂർത്തിയോട് പറഞ്ഞു, മൂഢ, നീ ഇങ്ങോട്ട് വാ. ബ്രഹ്മാവ് അസുരന്മാരായ ഞങ്ങൾക്ക് തന്നതാണ് ഈ ഭൂമി. അതിനെ എനിക്ക് വിട്ടുതരികയാണ് നല്ലത്. ദേവന്മാരിൽ വെച്ച് നീചനും പന്നിയുടെ സ്വരൂപം സ്വീകരിച്ചവനുമായ നീ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കെ തന്നെ ഈ ഭൂമിയെയും കൊണ്ട് സുരക്ഷിതനായി ഇവിടെ നിന്ന് പോകില്ല. ഞങ്ങളുടെ ശത്രുവായ ദേവന്മാർ ഞങ്ങളെ നശിപ്പിക്കാനായി നിന്നെ നിയോഗിച്ചിരിക്കുകയല്ലേ? കപടയുദ്ധത്തിൽ അസുരന്മാരായ ഞങ്ങളെ തോൽപ്പിക്കുന്നവനും കൊല്ലുന്നവനുമല്ലേ നീ? ബുദ്ധിയില്ലാത്തവനെ, നിന്റെ ബലം മായാബലമല്ലേ? പൗരുഷമില്ലാത്തവനായ നിന്നെ കൊന്നിട്ട് ഇന്ന് ഞാൻ എൻ്റെ ബന്ധുക്കളുടെ കണ്ണുനീർ തുടയ്ക്കുന്നുണ്ട്. ഞാൻ പ്രയോഗിക്കുന്ന ഗദ കൊണ്ട് തല പൊട്ടി തകർന്ന് നീ മരിച്ചു വീണാൽ നിന്നെ ആശ്രയിക്കുന്ന ദേവന്മാരും ഋഷികളും വേരറ്റ വൃക്ഷം പോലെ നശിക്കും. ഭഗവാൻ, വരാഹമൂർത്തിയായ ഭഗവാനെ ആക്ഷേപിക്കുകയും നിന്ദിക്കുകയുമാണ് ഗർവിതനായ അഹങ്കാരിയായ ഹിരണ്യാക്ഷൻ. ഇങ്ങനെ ഹിരണ്യാക്ഷൻ വരാഹ ഭഗവാനെ അധിക്ഷേപിച്ച് തൻ്റെ തേറ്റമേലിരിക്കുന്ന ഭൂമിദേവി ഹിരണ്യാക്ഷനെ കണ്ടു വല്ലാതെ ഭയപ്പെടുന്നു. ഇത് മനസ്സിലാക്കിയ ഭഗവാൻ അവൻ്റെ ശകാരത്തെ അവഗണിച്ചുകൊണ്ട് മേലോട്ട് പൊങ്ങി വന്നു. വെള്ളത്തിൽ നിന്ന് മേലോട്ടുയർന്നു വന്ന ഭഗവാന്റെ പിന്നാലെ പാഞ്ഞു വന്ന ഹിരണ്യാക്ഷൻ ലജ്ജ ഇല്ലാത്തവർക്ക് എന്ത് കേട്ടാലും യാതൊരു കുലുക്കവും ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശകാരിച്ചു. അവന്റെ ശകാരവാക്കുകളെ അവഗണിച്ചുകൊണ്ട് ഭഗവാൻ മേലോട്ടുയർന്നു വന്നു. വെള്ളത്തിൽ നിന്നുയർന്നു വന്ന ഭഗവാന്റെ പിന്നാലെ ആനയുടെ പിന്നാലെ മുതല എന്ന പോലെ ഹിരണ്യാക്ഷനും ഓടി വന്നു. ഭഗവാൻ ഭൂമിയെ ജലത്തിനു മുകളിൽ ഉറപ്പിച്ചു നിർത്തി. വെള്ളത്തിൽ വീണ്ടും താണു പോകാതിരിക്കാനായി അതിൽ തന്റെ ശക്തിയെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അത് കണ്ട് പ്രജാപതികളും ദേവന്മാരും ഹിരണ്യാക്ഷൻ നോക്കി നിൽക്കെ ഭഗവാന്റെ ശിരസിൽ പുഷ്പവൃഷ്ടി ചെയ്തു. തന്റെ പിന്നാലെ വിടാതെ കൂടിയിരിക്കുന്നവനും സ്വർണ്ണ ആഭരണങ്ങളും കവചങ്ങളും അണിഞ്ഞവനുമായ ഹിരണ്യാക്ഷനോട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, അല്ലയോ അസുരശ്രേഷ്ഠ, അങ്ങ് പറഞ്ഞത് സത്യം തന്നെ. ഞാൻ കാട്ടിൽ സഞ്ചരിക്കുന്ന മൃഗം തന്നെ. അങ്ങയെപ്പോലുള്ള നാടൻ നായ്ക്കളെ തിരഞ്ഞുകൊണ്ടാണ് ഇവിടെ ഞാൻ സഞ്ചരിക്കുന്നത്. മൃത്യുപാശ കെട്ടിൽപ്പെട്ടവനും അമംഗള സ്വരൂപിയുമായ അങ്ങയുടെ ആത്മപ്രശംസയെ ഞാൻ വകവയ്ക്കുന്നില്ല. ബ്രഹ്മാവ് രസാതലവാസികളായ നിങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഭൂമിയെ അപഹരിക്കുന്നവനും അങ്ങയുടെ ഗദയുടെ കാറ്റിൽ പറന്നു പോകുന്നവനും ലജ്ജയില്ലാത്തവനുമാണ് ഞാൻ. അങ്ങനെയാണെങ്കിലും വിഷമിച്ചും അങ്ങയോട് യുദ്ധത്തിനും തയ്യാറായി ഞാനിതാ ഇവിടെ നിൽക്കുന്നു. അങ്ങേപ്പോലുള്ള പരമശക്തന്മാരുടെ വിരോധം സമ്പാദിച്ചിട്ട് ഞാൻ ഇനി എവിടെ പോവുകയാണ്? എവിടെ പോയാലാണ് എനിക്ക് രക്ഷയുണ്ടാവുക? അങ്ങ് കാലാൾ പടയാളികളുടെ നേതാക്കന്മാർക്കും അധിപതിയായ മഹാരഥനാണ്. എന്നെ നശിപ്പിക്കാൻ വേഗം ഉത്സാഹിക്കൂ. വേഗത്തിൽ എന്നെ കൊന്ന് ബന്ധുക്കളുടെ കണ്ണുനീർ തുടയ്ക്കൂ. സ്വന്തം പ്രതിജ്ഞയെ പാലിക്കാത്തവൻ അയോഗ്യനാണ്. ഭഗവാൻ തമാശയായി ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ കളിപ്പിക്കാൻ നോക്കുന്നവരോട് രാജസർപ്പം എന്ന പോലെ ഹിരണ്യാക്ഷൻ അത്യുഗ്രമായി കോപിച്ചു. കോപാവേശത്താൽ ക്ഷോഭിച്ച
ഇന്ദ്രിയങ്ങളോട് കൂടിയവനും ദീർഘനിശ്വാസം വിടുന്നവനുമായ അസുരൻ ഓടി വന്ന് ഭഗവാനെ ഗദ കൊണ്ട് ആഞ്ഞടിച്ചു. അടി ദേഹത്തിലേൽക്കാതെ ഭഗവാൻ ഒഴിഞ്ഞു മാറി. ഗദ എടുത്തുകൊണ്ട് ചുഴറ്റി തൻ്റെ നേരെ പാഞ്ഞു വരുന്ന ഹിരണ്യാക്ഷന് നേരെ വരാഹമൂർത്തിയായ ഭഗവാനും പാഞ്ഞു ചെന്നു. ഭഗവാൻ തൻ്റെ ഗദ കൊണ്ട് അസുരൻ്റെ വലത്തെ പുരികത്തിലാഞ്ഞടിച്ചു. സമർത്ഥനായ ഹിരണ്യാക്ഷൻ അടിയെ തൻ്റെ ഗദ കൊണ്ട് തടുത്തു. അതിഭാരമുള്ള ഗദയാൽ പരസ്പരം അടിച്ചുകൊണ്ട് ഹിരണ്യാക്ഷനും വരാഹ ഭഗവാനും തമ്മിൽ ഉഗ്രമായ പോരാട്ടം ആരംഭിച്ചു. ഗദ കൊണ്ടുള്ള അടിയേറ്റ് ദേഹം മുറിഞ്ഞ് ചോരയൊലിക്കുന്നവരും രക്തത്തിൻ്റെ മണത്താൽ കൂടുതൽ ക്രുദ്ധരും പലവിധ പയറ്റുമുറകളെ പ്രയോഗിക്കുന്നവരുമായ ഹിരണ്യാക്ഷനും ഭഗവാനും തമ്മിൽ പശുവിനു വേണ്ടി 2 കാളകളെന്ന പോലെ ഭൂമിക്ക് വേണ്ടി ഉഗ്രമായ പോരാട്ടം നടന്നു. അവർ തമ്മിൽ നടക്കുന്ന യുദ്ധം കാണാനായി ബ്രഹ്മദേവൻ ഋഷികളോടൊന്നിച്ച് അന്തരീക്ഷത്തിൽ വന്നു ചേർന്നു. അത്യന്തം ശൗര്യവാനും ഭയരഹിതനും ഇങ്ങോട്ട് അടിക്കുന്നതിന് തക്ക വിധത്തിൽ പ്രതികാരം ചെയ്ത് എതിർക്കുന്നവനും പരാക്രമശാലിയുമായ ഹിരണ്യാക്ഷനെ കണ്ട് ബ്രഹ്മദേവൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, അല്ലയോ നിന്തിരുവടിയെ ശരണം പ്രാപിച്ചവരായ ഋഷികളെയും ദേവന്മാരെയും ബ്രാഹ്മണരെയും പാവങ്ങളായ പശുക്കളെയും നിരപരാധികളായ മനുഷ്യരെയും വല്ലാതെ ദ്രോഹിക്കുന്നവനാണ് ഈ അസുരൻ. എന്നിൽ നിന്നും പലവിധ വരങ്ങളും വാങ്ങിയവനുമാണ്. അവിടുന്നൊഴികെ മറ്റാർക്കും ഇവനെ കൊല്ലാൻ കഴിയില്ല. യുദ്ധത്തിന് തക്ക പ്രതിയോഗിയെ അന്വേഷിച്ച് നടക്കുന്നവനാണിവൻ. ഇവൻ മായാവിയും അഹങ്കാരിയും പരമദുഷ്ടനുമാണ്. ഇവനോട് പടം വിരിച്ച് ചീറ്റി നിൽക്കുന്ന മൂർഖൻ പാമ്പിനോട് ഒരു പിഞ്ച് പൈതൽ എന്ന പോലെ കളിക്കരുത് എന്നൊരപേക്ഷയുണ്ട് ഭഗവാനെ. സന്ധ്യാസമയം അസുരന്മാർക്ക് അനുകൂലമാണ്. ആ സമയം വന്നാൽ ഇവൻ കൂടുതൽ ശക്തനാവും. അതിനു മുൻപ് തന്നെ സ്വന്തം യോഗമായയെ അവലംബിച്ച് ഈ ദുഷ്ടനെ കൊല്ലണം. ലോകവിനാശകരവും അതിഭയങ്കരവുമായ സന്ധ്യാസമയം ഇതാ അടുത്തുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് ദേവന്മാർക്ക് ജയം നൽകി അനുഗ്രഹിച്ചാലും ഇത് അഭിജിത്ത് എന്നു പേരായ ശോഭനമായ മുഹൂർത്തമാണ്. ഞങ്ങളുടെ ക്ഷേമത്തിനായി മറ്റാർക്കും ജയിക്കാൻ കഴിയാത്ത ഈ അസുരനെ സംഹരിച്ചാലും ഭാഗ്യം കൊണ്ടാണ് ഇവൻ സ്വന്തം അന്തകനായ നിന്തിരുവടിയെ സ്വയം സമീപിച്ചത്. യുദ്ധത്തിൽ പരാക്രമം അവലംബിച്ച് ഇവനെ വധിച്ച് ലോകത്തിന് സൗഖ്യം തന്നരുളിയാലും. ബ്രഹ്മദേവൻ പറഞ്ഞതിനെ ഭഗവാൻ പുഞ്ചിരിയോടെ അംഗീകരിച്ചു. തൻ്റെ മുമ്പിൽ ഭയരഹിതനായി സഞ്ചരിക്കുന്ന ഹിരണ്യാക്ഷനെ ഭഗവാൻ ഗദ കൊണ്ട് താടിയെല്ലു ഒടിച്ചു. അസുരൻ തൻ്റെ ഗദ കൊണ്ട് ഭഗവാന്റെ അടി തടുത്തു. അസുരന്റെ അടിയേറ്റ ഭഗവാന്റെ ഗദ ദൂരെ തെറിച്ചുപോയി. അപ്പോൾ തക്കം കിട്ടിയെങ്കിലും ഹിരണ്യാക്ഷൻ ഭഗവാനെ അടിച്ചില്ല. യുദ്ധത്തിൽ ആയുധമില്ലാത്തവനെ കൊല്ലാൻ പാടില്ല എന്ന ധർമ്മം അവൻ പാലിച്ചു. ഭഗവാനെ ദുർവാക്കുകളെ കൊണ്ട് നിന്ദിച്ച് കോപം വളർത്തുകയേ ചെയ്തുള്ളൂ. ഭഗവാന്റെ ഗദ തെറിച്ചു പോയപ്പോൾ ദേവന്മാർ ഹാഹാകാരം മുഴക്കി. ഭഗവാൻ ഹിരണ്യാക്ഷന്റെ ധർമ്മത്തെ, അതായത് ആയുധം നഷ്ടപ്പെട്ടവരോട് യുദ്ധം ചെയ്യരുത് എന്ന് നിശ്ചയിച്ച ധർമ്മത്തെ മാനിച്ചു. തൻ്റെ സുദർശന ചക്രത്തെ സ്മരിക്കുകയും ചെയ്തു. ചക്രം ഭഗവാന്റെ കയ്യിൽ എത്തിച്ചേർന്നു. ചക്രായുധധാരിയായ ഭഗവാൻ ശാപം കൊണ്ട് അസുരനായി തീർന്ന തൻ്റെ പാർഷദനായ വിജയനോട് യുദ്ധമാകുന്ന ലീല നടത്തുകയായിരുന്നു. ഇത് മനസ്സിലാക്കാൻ കഴിയാതിരുന്ന ദേവകൾ അങ്ങയ്ക്ക് നന്മ നേരുന്നു, ഇവനെ വേഗം വധിച്ചാലും എന്ന് ആശംസിച്ചു. അപ്പോൾ ഭഗവാന്റെ പാർഷദന്മാരായ ജയവിജയന്മാരായിരുന്നു ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമായി സനകാദികളുടെ ആ ശാപം കൊണ്ട് മാറിയതെന്ന് നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിലെല്ലാം വിശദമായി വിവരിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ ഭഗവാന്റെ ഒരു ലീല മാത്രമാണ്. അവർക്ക് അഹങ്കാരികളായ ജയവിജയന്മാർക്ക് ശാപം കിട്ടുന്നതും വീണ്ടും ഹിരണ്യാക്ഷനായും ഹിരണ്യകശിപുവുമായി ഒക്കെ ഉള്ള രൂപത്തിലും നാമത്തിലും ഒക്കെ വന്ന്
ഭൂമിയെയും ദേവലോകത്തെയും സ്വർലോകത്തെയെല്ലാം ഭയപ്പെടുത്തി സർവശക്തന്മാരായി ഇവർ മാറുന്നു. അങ്ങനെ കുറെ കാലം എല്ലാറ്റിനെയും നശിപ്പിച്ച് എല്ലാവർക്കും ദുരിതമുണ്ടാക്കുന്നു. അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷനായി വരാഹമൂർത്തിയായി വന്ന് അവൻ്റെ കഥ കഴിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഭഗവാന്റെ ഒരു ലീല മാത്രമാണ്. പക്ഷെ ദേവന്മാർ ഇതറിയാതെ ഇവനെ വല്ല വിധേനയും ഭഗവാൻ കൊന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഭഗവാനെ പുകഴ്ത്തുകയും അതിനുവേണ്ടി ഭഗവാൻ തയ്യാറെടുക്കുമ്പോൾ ഭഗവാനെ ആശീർവചനങ്ങളൊക്കെ ചെയ്യുകയുമാണ്. ഏതായാലും ഇത് ഇവനെ വധിക്കുന്നത് ഭഗവാന്റെ തന്നെ ജോലിയാണ്, ഭഗവാന്റെ ഒരു ലീല മാത്രമാണ്. ഏത് വലിയ അസുരനായാലും ഈ കാലഘട്ടത്തിൽ ആസുരികമായ ജോലികൾ ചെയ്യുന്ന, ആ കർമ്മങ്ങൾ ചെയ്യുന്ന ഏത് വലിയ സ്ഥാനത്തിരിക്കുന്നവരായാലും, ഏത് വലിയ സമ്പന്നനായാലും, ഏത് അധികാര വർഗത്തിന്റെ അതിന്റെ മേലിലുള്ള വ്യക്തിയാണെങ്കിലും ഇതെല്ലാം ഭഗവാന്റെ ലീലകളാണ്. ഭഗവാൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും ഗർവവും എല്ലാ അധർമ്മവും പൂർത്തിയാവട്ടെ. അപ്പോൾ ഞാൻ എല്ലാറ്റിനും പരിഹാരമായി അവതാരമെടുത്ത് എല്ലാ അധർമ്മങ്ങളും ഇവിടെ ഇല്ലാതാക്കുവാൻ ഞാൻ ഇവിടെ ഉണ്ടല്ലോ എന്ന ഭഗവാന്റെ ആ വചനങ്ങളാണ് നമ്മളപ്പോൾ ഓരോ ദുഃഖത്തിലും ദുരിതത്തിലും ഭക്തർ ആ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കേണ്ടത്. ഒരു ഭക്തർക്കും ഭഗവാൻ ഒരു വിനാശത്തിനും ഇടയാക്കുകയില്ല ഒരിക്കലും. അങ്ങനെ ചെന്താമരക്കണ്ണനും തന്റെ മുൻപിൽ സുദർശന ചക്രം ധരിച്ചു നിൽക്കുന്നവനുമായ ഭഗവാനെ കണ്ട ഹിരണ്യാക്ഷൻ കോപപരവശനായി ദീർഘശ്വാസം വിട്ടു. ചുണ്ട് കടിച്ചുകൊണ്ടവൻ ഓടി വന്ന് നിന്റെ പണി ഇതോടെ തീർന്നു എന്ന് പറഞ്ഞ് ഭഗവാനെ ഗദ കൊണ്ട് ആഞ്ഞടിച്ചു. വായുവേഗത്തിൽ വന്ന ഗദയെ യജ്ഞവരാഹമൂർത്തിയായ ഭഗവാൻ കാൽ കൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. അങ്ങ് എന്നെ ജയിക്കാൻ ആഗ്രഹിക്കുന്നവനല്ലേ, ഗദയെടുത്ത് ശ്രമിച്ചു നോക്കൂ എന്ന് ഭഗവാൻ ഹിരണ്യാക്ഷനോട് പറഞ്ഞു. അവൻ വീണ്ടും ഗദ കൊണ്ട് ഭഗവാനെ ഉച്ചത്തിൽ അലറി അടിക്കാൻ ശ്രമിച്ചു. അസുരൻ തന്നെ അടിച്ച ഗദയെ ഭഗവാൻ അവന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു. ഗദ ഹിരണ്യാക്ഷന് കൊടുത്തെങ്കിലും അവനത് സ്വീകരിച്ചില്ല. ഭഗവാൻ കൊടുത്തത് കൊണ്ടാണത് സ്വീകരിക്കാഞ്ഞത്. 2 പ്രാവശ്യം ഗദ പാഴായി തീർന്നതിൽ ലജ്ജിതനായി തീർന്ന അസുരൻ അഗ്നി പോലെ ജ്വലിക്കുന്ന ഒരു ഉഗ്രശൂലത്തെ ഭഗവാന്റെ നേരെ പ്രയോഗിച്ചു. വരാഗ ഭഗവാൻ അതിനെ ചക്രം കൊണ്ട് മുറിച്ചു. കോപാഭിഷ്ടനായ അസുരൻ ഓടി വന്ന് ഭഗവാന്റെ മാറിൽ മുഷ്ടി ചുരുട്ടി ആഞ്ഞടിച്ചു. അതിനുശേഷം ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് അവൻ അന്തർധാനം ചെയ്തു. അവന്റെ ഇടിയേറ്റിട്ടും വരാഹമൂർത്തി മാല കൊണ്ട് അടിക്കപ്പെട്ട ആനയെപ്പോലെ ലേശം പോലും കുലുങ്ങിയില്ല. അനന്തരം ഹിരണ്യാക്ഷൻ യോഗമായയുടെ നിയന്താവായ ഭഗവാനെ മയക്കാനായി പലവിധ മായകളും പ്രയോഗിച്ചു. അതിനെ കണ്ട ജനങ്ങൾ പ്രളയം അടുത്തുവോ എന്നുപോലും സംശയിച്ചു. പൊടിപടലങ്ങളെ കൊണ്ട് ഇരുട്ടടപ്പിച്ച് ചുഴലിക്കാറ്റ് ആഞ്ഞു വീശാൻ തുടങ്ങി. 4 ദിക്കുകളിൽ നിന്നും കവണയിൽ വെച്ച് എറിയുന്നത് പോലെ കല്ലുകൾ യുദ്ധക്കളത്തിൽ വന്ന് വീണു. ഇടിമിന്നലോടും ഇടിവെട്ടോടും കൂടി മേഘങ്ങൾ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും മറച്ച് മലിന പദാർത്ഥങ്ങളായി മഴ വർഷിച്ചു. പലവിധ ആയുധങ്ങളും വർഷിച്ചുകൊണ്ട് പർവ്വതങ്ങൾ ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടു. രാക്ഷസ സ്ത്രീകൾ തലമുടി അഴിച്ചിട്ട് ശൂലം ധരിച്ചുകൊണ്ട് യുദ്ധക്കളത്തിൽ ഓടി നടക്കാൻ തുടങ്ങി. ആന, കുതിര, തേര്, കാലാൾ എന്നീ ചതുരംഗ പടകളോടൊന്നിച്ച് ആയുധധാരികളായ യക്ഷന്മാരും രാക്ഷസന്മാരും യുദ്ധക്കളത്തിൽ വന്നു നിറഞ്ഞു. ഇവയെല്ലാം ഹിരണ്യാക്ഷന്റെ മായാപ്രയോഗമായിരുന്നു. അതിനെ നശിപ്പിക്കുവാനായി വരാഹ ഭഗവാൻ ചക്രത്തെ പ്രയോഗിച്ചു. അതോടെ അസുരന്റെ മായ നശിച്ചു. ആ സമയത്ത് ഹിരണ്യാക്ഷന്റെ അമ്മയാകുന്ന ദിതിയുടെ ഹൃദയം ശക്തിയായി മിടിച്ചു. കശ്യപ പ്രജാപതി പറഞ്ഞതിനെ, അതായത് ഭഗവാൻ നിന്റെ പുത്രന്മാരെ കൊല്ലുമെന്ന വാക്കിനെ ദിതിക്ക് ഓർമ്മ വന്നു. മായ മുഴുവൻ നഷ്ടപ്പെട്ട ഹിരണ്യാക്ഷൻ വീണ്ടും യുദ്ധക്കളത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാനെ മാറോടമർത്തി ഞെരിച്ചു കൊല്ലുവാൻ ശ്രമിച്ചു. തന്റെ പിടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഭഗവാനെ കണ്ട് ഹിരണ്യാക്ഷൻ ആശ്ചര്യപ്പെട്ടു. അവൻ മുഷ്ടി ചുരുട്ടി വരാഗ ഭഗവാനെ ആഞ്ഞടിക്കാൻ തുടങ്ങി.
ഭഗവാൻ അവൻ്റെ കാതിൻ്റെ താഴെ ഒരടി കൊടുത്തു. ഹിരണ്യാക്ഷൻ വട്ടം തിരിഞ്ഞ് ചോര ഛർദ്ദിച്ച് മരിച്ചു വീണു. ഭൂമിയിൽ മരിച്ചു കിടക്കുന്ന ഹിരണ്യാക്ഷനെ തേജസ്വിയായി കണ്ടപ്പോൾ ബ്രഹ്മദേവൻ അവനെ പുകഴ്ത്തി. ഭാഗ്യം തന്നെ, ആർക്കാണിങ്ങനെ മരിക്കാൻ കഴിയുക? ബന്ധനിവൃത്തിക്കായി യോഗികൾ ഏകാന്തത്തിൽ സമാധി കൊണ്ട് ആരാധിക്കുന്ന ഭഗവാനെ പ്രത്യക്ഷമായി കണ്ടുകൊണ്ട് മരിക്കാൻ സാധിച്ച ഈ അസുരൻ അത്യന്ത സുകൃതി തന്നെ. ഈ ഹിരണ്യാക്ഷനും ഇവന്റെ ജ്യേഷ്ഠനായ ഹിരണ്യകശിപുവും വിഷ്ണു പാർഷദന്മാരാണ്. സനകാദികളുടെ ശാപത്താൽ അസുരന്മാരായി തീർന്നവരാണ്. ഇനി 2 ജന്മങ്ങൾ കൂടി കഴിഞ്ഞാൽ ഇവർ വൈകുണ്ഠ ലോകത്തിൽ എത്തിച്ചേരും. ഇങ്ങനെ ബ്രഹ്മാവും ഋഷികളും പറഞ്ഞു. ദേവന്മാർ ഭഗവാനെ സ്തുതിച്ചു. സകലവിധ യജ്ഞങ്ങൾക്കും മൂലകാരണമായവനും ലോകത്തെ രക്ഷിക്കുന്നവനായി സത്വഗുണത്തിലൂടെ വരാഹസ്വരൂപേണ അവതരിച്ചവനുമായ അലയോ ഭഗവാനെ, അവിടുത്തേക്ക് നമസ്കാരം, വീണ്ടും വീണ്ടും നമസ്കാരം. ലോകത്തിന് മുഴുവൻ ഉപദ്രവകാരിയായ ഈ അസുരൻ കൊല്ലപ്പെട്ടുവല്ലോ. നിന്തിരുവടിയുടെ തൃപ്പാദ ഭക്തി കൊണ്ട് ഞങ്ങൾ കൃതാർത്ഥരായി തീർന്നിരിക്കുന്നു. ഇങ്ങനെ ഭഗവാനെ ദേവന്മാർ സ്തുതിച്ചു. ആർക്കും ജയിക്കാൻ കഴിയാത്തവനായ ഹിരണ്യാക്ഷനെ ഇപ്രകാരം വധിച്ച് ആദി വരാഹമൂർത്തിയായ ഭഗവാൻ ബ്രഹ്മാവ് മുതലായ ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടവനായി വൈകുണ്ഠത്തിലേക്ക് എഴുന്നള്ളി. ഭഗവാൻ വരാഹസ്വരൂപേണ അവതരിച്ചു ഹിരണ്യാക്ഷനെ വധിച്ച ഈ ചരിത്രം എൻ്റെ ഗുരു എനിക്ക് ഉപദേശിച്ചു തന്ന പോലെ ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തരുന്നു എന്ന് മൈത്രേയ മഹർഷി വിതുരരോട് പറഞ്ഞു. അപ്പോൾ സൂതൻ പറയുകയാണ്, വരാഹ അവതാര കഥയെ കേട്ട വിതുരൻ അത്യധികം സന്തോഷിച്ചു. ഭക്തന്മാരുടെ കഥകൾ കേട്ടാൽ തന്നെ ആനന്ദമുണ്ടാകും എന്നിരിക്കെ ഭഗവത് കഥകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദ അതിശയത്തെ പ്രത്യേകം പറയേണ്ടതുണ്ടോ? മുതലയുടെ പിടിയിൽപ്പെട്ട് വെള്ളത്തിൽ താണുകൊണ്ടിരുന്ന ഗജേന്ദ്രനെ എത്ര വേഗത്തിലാണ് ഭഗവാൻ വന്ന് രക്ഷിച്ചത്. കാപട്യമില്ലാത്തവരും അനന്യശരണരുമായ ആയിട്ടുള്ളവർക്ക് എളുപ്പത്തിൽ ഭഗവാനെ ആരാധിക്കുവാൻ കഴിയും. ദുർജനങ്ങൾക്ക് സന്തോഷിപ്പിക്കാൻ കഴിയാത്തവനാണ് ഭഗവാൻ. അപ്രകാരം കരുണാസമുദ്രമായ ഭഗവാനെ നന്ദിയുള്ളവരായി ആരാണ് സേവിക്കാതിരിക്കുക? വരാഹരൂപിയായി അവതരിച്ച ഭഗവാന്റെ ഹിരണ്യാക്ഷ വധലീലയെ കേൾക്കുകയോ കീർത്തിക്കുകയോ അനുമോദിക്കുകയോ ചെയ്താൽ തന്നെ ബ്രഹ്മഹത്യാദി മഹാപാപങ്ങൾ പോലും നശിക്കും. ഭഗവാന്റെ വരാഹ അവതാര കഥ പുണ്യമേറിയതാണ്, മനസ്സിനെ ശുദ്ധീകരിക്കുന്നതാണ്, ധനം, കീർത്തി, ആയുസ് എന്നിവയെ വർദ്ധിപ്പിക്കുന്നതാണ്, പ്രാണബലവും ഇന്ദ്രിയബലവും ഉണ്ടാക്കുന്നതാണ്, യുദ്ധത്തിൽ ശൗര്യത്തെ വളർത്തുന്നതാണ്. യാതൊന്നും ആഗ്രഹിക്കാതെ ഈ കഥയെ കേൾക്കുന്ന നിഷ്കാമ ഭക്തന്മാർക്ക് അവസാനം ശ്രീ നാരായണനെ പ്രാപിച്ച് മുക്തരാവാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് സൂതൻ ഹിരണ്യാക്ഷവധ ലീലയെ ഉപസംഹരിക്കുകയാണ്. സൂതൻ ശൗനകാദി മഹർഷികളോട് പറയുന്നതാണല്ലോ ഭാഗവതം. അപ്പോൾ ഇതാണ് ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയൊക്കെ ജനനം, അവരുടെ ജീവിതം, അവർ ലോകത്തിനുണ്ടാക്കിയ വിനാശകരമായിട്ടുള്ള കർമ്മങ്ങൾ. അവസാനം ഭഗവാൻ ഹിരണ്യാക്ഷനെ വധിക്കുന്നു. തനിക്ക് പറ്റിയ ശത്രുവിനെ യുദ്ധം ചെയ്യുവാനുള്ള ആവേശത്തോടുകൂടി ശത്രുവിനെ അന്വേഷിച്ച് നടന്ന ആ ഹിരണ്യാക്ഷൻ വരുണനെ യുദ്ധത്തിന് വിളിക്കുന്നു. വരുണദേവൻ തനിക്ക് അവനോട് യുദ്ധം ചെയ്യാൻ ശക്തി പോരാ, അതുകൊണ്ട് സാക്ഷാൽ ഭഗവാൻ തന്നെ നിന്നോട് യുദ്ധം ചെയ്യും എന്ന് പറയുന്നു. അപ്പോൾ നാരദ മഹർഷി പറയുന്നു, രസാതലത്തിൽ ഭഗവാനുണ്ട് എന്ന്. അങ്ങനെ ഭഗവാനെ അന്വേഷിച്ച് പോയ ഹിരണ്യാക്ഷനെ ഹിരണ്യാക്ഷന് കാണാൻ കഴിഞ്ഞത് വരാഹമൂർത്തിയെയാണ്. ഭൂമിദേവിയെ തേറ്റമേൽ ഉയർത്തിക്കൊണ്ടുവരുന്ന വരാഹമൂർത്തിയെയാണ്. അങ്ങനെ ഭൂമിദേവിയെ വീണ്ടും യഥാസ്ഥാനത്തിരുത്തി തൻ്റെ ശക്തി ഭൂമിക്ക് സമർപ്പിച്ച് വീണ്ടും ഭൂമി താണു പോകാതിരിക്കുവാൻ ബലപ്പെടുത്തി. അതിനുശേഷം ഹിരണ്യാക്ഷനെ ഭഗവാൻ യുദ്ധം ചെയ്ത് വധിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഹിരണ്യാക്ഷ വധം കേൾക്കുന്നവർക്ക്
പുണ്യങ്ങൾ ഉണ്ടാകുമെന്നാണ് ആ ഫലത്തിലൂടെ അവസാനം പറഞ്ഞത്. പല വിധത്തിലുള്ള പുണ്യം ലഭിക്കും. ഒന്നും ആഗ്രഹിക്കാതിരിക്കുന്നവർക്ക്, ആഗ്രഹിക്കാതെയാണിത് കേൾക്കുന്നതെങ്കിൽ അവർ ശ്രീനാരായണമൂർത്തിയെ പ്രാപിച്ച് മുക്തരാകും. അങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ പ്രാണബലം വർദ്ധിക്കും, ഇന്ദ്രിയബലമുണ്ടാകും, നമ്മുടെ ശൗര്യത്തെ വർദ്ധിപ്പിക്കും. അങ്ങനെ ഭഗവാന്റെ ആ വരാഹ അവതാര കഥ കീർത്തിയും ധനവും ആയുസ്സും വർദ്ധിപ്പിക്കും. അങ്ങനെ ഓരോന്നോരോന്നായി നമ്മുടെ ജീവിതത്തിൽ വേണമെന്നതെല്ലാം ഭഗവാൻ തന്നിരിക്കും. വരാഹമൂർത്തിയായി, ശക്തിയുടെ പൂർണ്ണതയായി ഭഗവാൻ അവതരിക്കുന്നു. ഭഗവാന്റെ ആ അവതാര ലീല പൂർണ്ണമാകുന്നു. അപ്പോൾ ഇതാണ് ഭാഗവതം തൃതീയ സ്കന്ധം 17, 18, 19 ഭാഗങ്ങളാണ് ഇപ്പോൾ അവതരിപ്പിച്ചത്. ഇതിനുശേഷം ഇനിയും ബ്രഹ്മാവിൻ്റെ വിവിധ സൃഷ്ടിയാണ് 20-ാം അധ്യായം തൃതീയ സ്കന്ധം. അത് നമുക്ക് അടുത്ത ഭാഗത്ത് നോക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുവാനായി, ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.